ഹേ ഗായ്സ് അസ്സലാമു അലൈക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്ന് റമദാൻ 13 അപ്പോൾ നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ? വാ, അപ്പോൾ നമുക്ക് അത്താഴം കഴിക്കാം കേട്ടോ. അത്താഴത്തിന് നമുക്ക് എന്തൊക്കെയാണ് ഉള്ളതെന്ന് വെച്ചാൽ ചോറുണ്ട്, അച്ചാറുണ്ട്, പിന്നെ കൂർക്കപ്പേരി ഉണ്ട്, കിഴങ്ങ് പൊരിച്ചതുണ്ട്, പിന്നെ മീൻ പൊരിച്ചതുണ്ട്, പിന്നെ വെള്ളമുണ്ട്. അപ്പോൾ നമുക്ക് അത്താഴം കഴിക്കട്ടെ കേട്ടോ. അങ്ങനെ ഗായ്സ് അത്താഴമൊക്കെ കഴിച്ച് കഴിഞ്ഞു, തഹജ്ജുദൊക്കെ നിസ്കരിച്ചു. ഇനി സുബഹ് നിസ്കരിക്കാണ്ട്, അതിന് സമയം ആവണുള്ളൂ. അപ്പോൾ ഞാൻ വെള്ളം കുടിച്ച് പോയി കിടന്നുറങ്ങട്ടെ. ഇനി നമുക്ക് ട്യൂഷൻ പോകാനുണ്ട്, 6 മണിക്ക് എണീക്കാം. അപ്പോൾ ഇനി നമുക്ക് ട്യൂഷൻ പോകുന്ന നേരത്ത് കാണാം കേട്ടോ. ഓക്കെ, അങ്ങനെ ഗായ്സ് നമ്മൾ ട്യൂഷൻ പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് 7:30 to 8:45 വരെയാണ് ട്യൂഷൻ ഉള്ളത്. അപ്പോൾ ഇനി ഞാൻ ട്യൂഷൻ പോയി വന്നിട്ട് നമുക്ക് കാണാം ഗായ്സ്. അതിൻ്റെ ഇടയിൽ ഞാൻ ട്യൂഷൻ പോയി വന്നിട്ട് എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. സമയം ഇപ്പോൾ 1:30 ആയിട്ടുണ്ട്. ഞാൻ നിസ്കാരമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ നമുക്ക് ഒഴിവ് സമയമായതുകൊണ്ട് TV കാണുക അല്ലെങ്കിൽ കുറച്ച് നേരം കിടന്നുറങ്ങുകയും ചെയ്യണം. കുളി കഴിഞ്ഞിട്ടില്ല കേട്ടോ, കുളിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഇനി കുറച്ച് നേരം TV കാണാൻ വിചാരിച്ചു. അപ്പോൾ നമ്മൾ പുളോത്തിയുടെ വീഡിയോ കണ്ടിരിക്കുകയായിരുന്നു കേട്ടോ, പഴയ വീഡിയോസൊക്കെ കണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നമുക്കിനി കുളിക്കാണ്ട് ഗൈസ്, പോയി കുളി കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. അങ്ങനെ ഗൈസ് കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിന്നൊരു നോമ്പ് തുറയും കൂടി ഉണ്ട്. അപ്പോൾ അതിന് പോകണം. അതിൻ്റെ ഡ്രസ്സ് അയൺ ചെയ്യാനുണ്ട്. അപ്പോൾ റെഡി ആയതിനൊക്കെ ശേഷം ഞാൻ കാണിച്ചു തരാം. ഇവിടുന്ന് നേരെ അലനല്ലൂർ പോയിട്ട് അവിടുന്ന് പിന്നെ അമ്മായിൻ്റെ വീട്ടിലാണ് കേട്ടോ നോമ്പ് തുറ. അപ്പോൾ അവിടെയാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് റെഡി ആയിട്ട് കാണാം കേട്ടോ. അങ്ങനെ ഗൈസ് റെഡിയൊക്കെ ആയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഫോട്ടോ ആഡ് ചെയ്യാം. എൻ്റെ പുതിയൊരു ടോപ്പാണ്, നിങ്ങളെങ്ങനെ ഉണ്ടെന്ന് പറയണം കേട്ടോ. അപ്പോൾ ഇനി അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ, അലനല്ലൂർ. അങ്ങനെ ഗൈസ് അലനല്ലൂർ ഉമ്മമാൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് നമ്മൾ കാറ് ഇപ്പോൾ വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, അതിൽ കയറിയിട്ട് നമ്മുടെ അമ്മായിൻ്റെ വീട്ടിൽ പോകണം. അപ്പോൾ ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പിന്നെ ഉമ്മമാൻ്റെ ഉമ്മമ്മ അങ്ങനെ മാമൻ, ഞങ്ങൾ ആണ് പോകണേ കേട്ടോ. അങ്ങനെ ഫൈനലി ഗൈസ് നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ അമ്മായിയുടെ വീട്. എല്ലാവരും പുറത്തിരിക്കുന്നുണ്ട്. അങ്ങനെ ബാങ്ക് കൊടുക്കാൻ ഇനി മിനിറ്റുകൾ മാത്രം. നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ റെഡി സെറ്റായിട്ടുണ്ട്. എല്ലാവരും ബാങ്ക് കാത്തിരിക്കുക കേട്ടോ. ഓരോ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് എല്ലാവരും. കണ്ടോ, സൊറയൊക്കെ പറഞ്ഞ് സമയം പോയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. കുറേ പേർ ഊഞ്ഞാലാടുന്നു, കുറേ പേർ അടുക്കളയിൽ കുറേ പണിയിൽ പോകുന്നു. അങ്ങനെ ഗൈസ് ബാങ്കൊക്കെ കൊടുത്തു. അങ്ങനെ നമ്മൾ നോമ്പ് തുറന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി വിഭവങ്ങളായിരുന്നു കേട്ടോ. നമ്മുടെ വാട്ടർമെലൺ ജ്യൂസ് ഉണ്ടായിരുന്നു, പിന്നെ തരിക്കഞ്ഞി ഉണ്ടായിരുന്നു, പിന്നെ ലെമൺ ജ്യൂസും ഉണ്ടായിരുന്നു, പിന്നെ സമൂസ, ബ്രെഡ് പോക്കറ്റ്, പിന്നെ അങ്ങനെ ഫ്രൂട്ട്സൊക്കെ. അപ്പോൾ ഇനി നമുക്ക് നിസ്കരിക്കണം. അപ്പോൾ ഇനി നമ്മൾ പോയി നിസ്കരിച്ചിട്ട് കാണാം കേട്ടോ. നമ്മൾ നോമ്പൊക്കെ തുറന്ന് ശീലിച്ചിരിക്കുകയാണ്. അപ്പോൾ നിസ്കരിച്ചിട്ട് കാണാം. അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് മെയിൻ ഫുഡ് കഴിക്കണ്ടേ. മെയിൻ ഫുഡ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അപ്പം, പിന്നെ പൊറോട്ട, പത്തിരി, ചിക്കൻ കറി. അങ്ങനെ നമ്മൾ തിരിച്ചു പോകുന്നു കേട്ടോ ഗൈസ്. ഇനി നമ്മൾ നേരെ അലനല്ലൂരിലേക്കാണ് പോകുന്നത്, അതായത് ഉമ്മമാൻ്റെ വീട്ടിലേക്ക്. ഇന്നവിടെ സ്റ്റേ ആണ്. അപ്പോൾ രാത്രി 10 മണിയായിട്ടുണ്ട്. എല്ലാവരും കിടന്നുറങ്ങി. ഞങ്ങളിവിടെ TV കണ്ടിരിക്കുകയാണ് കേട്ടോ. TV കണ്ട് ഒരു മിഠായിയൊക്കെ കഴിച്ചിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് കേട്ടോ. എൻ്റെ കസിനാണ് റിഫ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ, സീ യു.